ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇത് മൂന്നും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് വട്ടാണെന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പലതരം ഷോർട്സ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഞാൻ ആരാണ്, എന്താണ്, ഇതെവിടെയാണ് എന്നൊക്കെ പറയാം. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഘാനയാണിത്. ഇന്നത്തെ എൻ്റെ യാത്ര അബൂരി ബൊട്ടാണിക്കൽ ഗാർഡൻസിലേക്കാണ്. ഗാനയുടെ തലസ്ഥാനമായ അക്രയിൽ നിന്നുമാണ് എൻ്റെ യാത്ര. അക്രയിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്, അതായത് ഏകദേശം 1 അവർ ജേർണി. ഇന്നത്തെ യാത്ര പോകാനുള്ള സാഹചര്യം ഒരു ഒഴിവു ദിവസമായതിനാൽ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. എങ്ങോട്ട് എന്നൊന്നും യാതൊരു ലക്ഷ്യവുമില്ലായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ കെട്ടിയവൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ AI വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്തുകൂടെയെന്ന്. കെട്ടിയവന്മാർ എന്ത് പറഞ്ഞാലും ആദ്യം നോ പറയുന്നത് നമ്മൾ ഭാര്യമാരുടെ ശീലമാണല്ലോ. ഞാനും നോ പറഞ്ഞു. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് ചെന്നു. ഏതാണ്ട് ഒരു മലമുകളിലെത്തിയപ്പോൾ വണ്ടി പതുക്കെ അവിടെ നിർത്തി. ഇതാ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ എല്ലാം ഞാൻ വെറുതെ മൊബൈലിൽ പകർത്തി. അങ്ങനെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, മുമ്പേ എൻ്റെ കെട്ടിയവൻ പറഞ്ഞത് ശരിയല്ലേന്ന്. ഇതൊരു ട്രാവൽ വീഡിയോ ആക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാനും ഒരു ട്രാവൽ ചാനൽ തുടങ്ങാൻ പോവുകയാണ്. കേട്ട പാതി കെട്ടിയവന്റെ പുച്ഛത്തോടുള്ള നോട്ടം, ഇത് എൻ്റെ ഐഡിയ അല്ലേടി എന്ന മട്ടിൽ. ശരി, ആയിക്കോട്ടെ എന്ന് മൂളി. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി. എന്നാ പിന്നെ ഈ യാത്ര കൊള്ളാവുന്നൊരു സ്ഥലത്തേക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അബൂരി ഗാർഡൻസിലേക്കുള്ള യാത്ര തുടർന്നു. ഈ കാണുന്നതൊക്കെ അബൂരിയിലേക്കുള്ള യാത്രയിലിടയിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടാൽ നമ്മുടെ കേരളവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് അല്ലേ? ഒരു കൊച്ചു കേരളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ യാത്ര ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമ്മുടെ കേരളത്തിനെ ഒട്ടും മിസ് ചെയ്യില്ല. കേരളവുമായിട്ട് ഇത്രയധികം സാമ്യമുള്ള വേറൊരു രാജ്യവും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി അബൂരി ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ പറ്റി എനിക്കറിയാവുന്നത് ഞാൻ പറയാം. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് നാട്ടിലെ പോലെ ഒരു കളർഫുൾ ഗാർഡൻ എന്നായിരിക്കും അല്ലേ? എന്നാലല്ല, ഇതൊരു ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൊച്ചു കാട്. 1890 മാർച്ചിലാണ് ഈ ഗാർഡൻ ഒഫീഷ്യലി ഓപ്പൺ ആയത്. അന്നത്തെ ഗവർണർമാരായ വില്യം ബ്രാൻഫോർഡ് ഗ്രിഫ്റ്റും ഡോക്ടർ ജോൺ ഫാരൽ ഈസ്മോണുമാണ് ഇങ്ങനൊരാശയം നിലവിൽ കൊണ്ടുവന്നത്. ഏതാണ്ട് 160ഓളം ഏക്കറിലാണ് ഈ അബൂരി ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1500 അടി മുകളിലായി. അങ്ങനെ നമ്മൾ അബൂരി ഗാർഡൻസിന്റെ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അവധി ദിവസമായിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അകത്തേക്ക് കടക്കാനുള്ള ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 3 ആൾക്കാരുണ്ടായിരുന്നു. 3 പേർക്കും കൂടെ 50 ഗാന CD ആയി. ഈ ഗാന CD എന്ന് പറയുന്നത് ഇവിടുത്തെ കറൻസിയാണ് കേട്ടോ. ഇന്ത്യൻ റുപ്പീസായിട്ട് കണക്ക് കൂട്ടിയാൽ ഏകദേശം 450ഓളം രൂപയോളം വരും. ഇനി നമുക്ക് അബൂരി ഗാർഡൻസിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് കടക്കാം. ഈ കാണുന്ന മരങ്ങളൊക്കെ അബൂരി ഗാർഡൻസിനകത്തുള്ളതാണ് കേട്ടോ. നല്ല സൈലന്റ് ഏരിയ, ശാന്ത സുന്ദരമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ. ഇനി നമുക്ക് അബൂരി ഗാർഡൻസിനുള്ളിലെ ചില കാഴ്ചകളൊക്കെ കാണാം. ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നതിലും നല്ലത് നിങ്ങളായിട്ട് കാണുന്നതല്ലേ. ഒന്ന് കണ്ടു നോക്ക്. ഈ കാണുന്ന മരമാണ് ദ സ്ട്രേഞ്ച്ലർ ഫീസസ് ട്രീ. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. 1906 ഈ മരം ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തു. പിന്നെ അബൂരി ഗാർഡൻസിൽ കൂടുതലായിട്ട് കാണുന്നത് ഈ പാം മരങ്ങളാണ്. ഇതിനെ ഇവിടെ റോയൽ പാം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ?
ഇത് നമ്മുടെ ജാതിമരമാണ് കേട്ടോ, ജാതിക്ക. ഇതിൽ നിറയെ ജാതിക്കയുണ്ട്. ഏതാണ്ട് കുറേയേറെ ജാതി മരങ്ങളും ഈ അബൂരി ഗാർഡൻസിനുള്ളിൽ കാണാൻ കഴിയും. പിന്നെ ഈ കണ്ടത് പുറ്റാണ് കേട്ടോ. ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് ധാരാളം ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ അബൂരി ഗാർഡൻസിന്റെ അകത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കൗതുകം തോന്നിയത് ദാ ഈ ഒരു പഴയ ഹെലികോപ്റ്റർ കണ്ടപ്പോഴാണ്. കാണുന്നത് പോലെ തന്നെ ഒരുപാട് വർഷം പഴയതാണിത്. അതിന്റെ ഭാഗങ്ങളൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ്. ദാ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒറ്റ നോട്ടത്തിൽ വാഴച്ചെടിയാണെന്ന് തോന്നുമെങ്കിലും എന്നാൽ ഇതല്ല. ഇതാണ് ദ ട്രാവലേഴ്സ് പാം എന്നറിയപ്പെടുന്നത്. ഇത് യാത്രക്കാർക്ക് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെടി എന്നാണ് അറിയപ്പെടുന്നത്. ദാ ഈ മരം കണ്ടോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇതിന് വേരുകള് നടുക്കാണെന്ന് മാത്രം. രണ്ട് സൈഡിലും തലഭാഗമാണ്. നമ്മൾ ഇരുതല മൂരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇരുതലയുള്ള ഒരു പാം വൃക്ഷമാണിത്. ഇതിന്റെ വേരുകളാണ് ഈ കാണുന്നതൊക്കെ. നിറയെ വേരുകളുണ്ട്. ആൾക്കാർ ഇതൊരു വിശ്രമ സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അബൂരി ഗാർഡൻസിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഷോപ്പിലെ കൗതുകം നിറഞ്ഞ വസ്തുക്കളാണ് ഇവയെല്ലാം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഇവിടെയുള്ള ചെറുപ്പക്കാർ സ്വയം നിർമ്മിച്ചത്. ഈ ഷോപ്പിനകത്ത് പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. ആനയും കുതിരയും പുലിയും ഹിപ്പോപ്പൊട്ടാമസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഭിത്തിയിലെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന ഈ രൂപങ്ങൾ വീടുകളിലെ അലങ്കാര വസ്തുക്കളായി ഉപയോഗിക്കുന്നു. അങ്ങനെ അബൂരിയിലെ കാഴ്ചയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി. വീണ്ടും അബൂരിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇതെന്റെ കെട്ടിയോന്റെ പ്രത്യേക താല്പര്യപ്രകാരമുള്ള യാത്രയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായി. ഈ കമഴ്ത്തി വെച്ചിരിക്കുന്നത് ചിരട്ടയൊന്നുമല്ല കേട്ടോ. ദാ ഈ കാലി കന്നാസം കണ്ടില്ലേ? ഇതിന്റെ എല്ലാം ഉപയോഗം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ചിരട്ട ഒരു മരത്തിന്റെ കായാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കള്ളു കുടിക്കാനാണ്. ഇവിടെ പനങ്കള്ള് വിൽക്കുന്ന സ്ഥലമാണ്. ദാ ആ കാണുന്ന ചേട്ടന്റെ കടയാണിത്. നിരത്തി വെച്ചിരിക്കുന്ന കന്നാസിലും ദാ ആ കാണുന്ന പാത്രത്തിനും പ്രത്യേകതരം റേറ്റ് ആണ്. ഈ കന്നാസിന് 50 CD ആണ്. കുടിക്കാനായിട്ട് വേണമെങ്കിൽ ആ പാത്രത്തിൽ ഒഴിച്ചു തരും. ഞാൻ നേരത്തെ പറഞ്ഞ പാത്രം ആ മരത്തിന്റെ കായാണ്. ദാ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇത് മധുരക്കള്ളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഓറഞ്ച്. നമ്മുടെ നാട്ടിൽ ഇതിനെ മുസമ്പി എന്ന് വിളിക്കും. ഈ ഓറഞ്ച് പിഴിഞ്ഞ ജ്യൂസ് ഇവിടെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞു. പോരും വഴി ഈ പള്ളിയുടെ മുന്നിൽ ഒന്ന് നിർത്തി.
ഇത് കണ്ടില്ലേ, ബ്രിട്ടീഷുകാരുടെ കാലത്തേ പണിഞ്ഞ പള്ളിയാണ്. എന്താ ഒരു ഭംഗി! നല്ല കാറ്റും നല്ല കാലാവസ്ഥയും. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അക്രയിലേക്ക് മടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീഡിയോ എടുത്ത് എനിക്കധികം പരിചയമൊന്നുമില്ല. ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. നിങ്ങളുടെയെല്ലാം സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ. ഗാനയിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശരി, ബൈ ബൈ, സീ യു.